IO എക്സാമിൻ്റെ സിലബസ് മാറി. കേരള PSC കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ സിലബസിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു പുതിയ സിലബസ് ഇട്ടിട്ടുണ്ട്. പുതിയ സിലബസിനകത്ത് 40 മാർക്ക് മാത്സ്, 30 മാർക്ക് ഫിസിക്സ്, 30 മാർക്ക് കെമിസ്ട്രി, ഇങ്ങനെയാണ് കിടക്കുന്നത്. നിങ്ങൾക്കിത് കണ്ട് ഭയങ്കര നിരാശയാണോ? ഇന്നലെ പലരും ചോദിച്ചു, ഞാനിനി എന്താ ചെയ്യണ്ടേ, എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു, ഭയങ്കര നിരാശ തോന്നി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര നിരാശ തോന്നി, ഈ IO എക്സാമിന് നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞായിരുന്നോ? ഇല്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങിയായിരുന്നോ? ചിലർ പറയും പഠിച്ചു തുടങ്ങിയെന്ന് പറയും, ചിലർ പറയും ഞാൻ കുറച്ച് പോർഷൻ നന്നായിട്ട് പഠിച്ചെന്ന് പറയും. എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. സിലബസ് മാറിയത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്നല്ലേ, ചിലരുണ്ടായിരിക്കും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞവരുണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് അവർ പഠിച്ചു കഴിഞ്ഞ് കാണും, പക്ഷേ അത് വളരെ ചെറിയൊരു ശതമാനമായിരിക്കും. വേറെ ചിലർ ഞാൻ നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്തു, കൺഫർമേഷൻ വരുമ്പോൾ പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നവരുണ്ടാവും. അവരിതാ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവർക്കാണ് ഏറ്റവും നിരാശ. കാരണം പഠിച്ച് സെറ്റാക്കാമെന്ന് ഓർത്ത് ചാടി ഇങ്ങനെ വന്നപ്പോഴത്തേന് സിലബസ് മാറി. വേറൊരു കൂട്ടർ കുറച്ചൊക്കെ പഠിച്ച് തുടങ്ങി, പക്ഷേ അന്നേരത്തേനും കംപ്ലീറ്റ് സിലബസ് മാറി. ഇനി എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നൊരു തപ്പലിലാണ് അവർ നിൽക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ കൺഫ്യൂഷനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഈ സിലബസ് മാറിയത് നിങ്ങൾക്ക് ഗുണമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ സിലബസിൻ്റെ മുമ്പിൽ തുല്യതയായി. കാരണം എന്താ, ഈ സിലബസ് ഇന്ന് മുതൽ അല്ലെ, ഈ സിലബസ് പബ്ലിഷ് ചെയ്തപ്പോൾ മുതൽ എല്ലാവർക്കും ഒന്നേന്ന് തുടങ്ങണം. ഇപ്പം ഈ ദിവസം തൊട്ട് എവിടം തൊട്ട് എത്ര നന്നായി പഠിക്കുന്നു അവരായിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇനിയും ദിവസങ്ങളുണ്ട്. ഫെബ്രുവരിയിലാണ് എക്സാം. ഫെബ്രുവരി വരെ ഇനിയും ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങൾ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർ ഈ ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം എന്താ, നിങ്ങൾ നേരത്തെ പഠിച്ചോ, നേരത്തെ പഠിച്ചില്ലേ, നിങ്ങൾ ഈ സാധനം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ ഇല്ലേ, ഇതൊന്നും ഇനി ബാധിക്കില്ല. ഇതൊരു പുതിയ സിലബസ്. ഈ സിലബസ് ഒന്നേന്ന് ഇപ്പം പഠിച്ചു തുടങ്ങി ഫെബ്രുവരിക്ക് മുമ്പ് തീർത്ത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് പോയി എക്സാം എഴുതുന്നവർക്ക് നല്ല മാർക്ക് കിട്ടും. എല്ലാവരും തമ്മിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഈക്വൽ കോമ്പറ്റീഷനായി. ഇപ്പം മുതൽ നിങ്ങൾ പഠിക്കൂ. അതിന് പകരം നിങ്ങളിപ്പം നിരാശപ്പെട്ടിരുന്നിട്ട് അയ്യോ ഞാനിനി എന്നാ ചെയ്യും, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിക്കാതെയാണോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞേ? ഒരിക്കലും അല്ല, പഠിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പഠിക്കാതെയാണോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞേ? അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മാത്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. നേരത്തെ സിലബസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പഠിക്കണമായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതും പഠിക്കണമായിരുന്നു. വേണ്ടേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണ്ടായിരുന്നോ? ഇനി മെക്കാനിക്കലുകാരെ വെച്ച് നോക്കുമ്പം ഇലക്ട്രോണിക്സ് പഠിക്കണ്ടായിരുന്നോ? ഇലക്ട്രിക്കൽ പഠിക്കണ്ടായിരുന്നോ? നിങ്ങൾ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത സാധനങ്ങളും കൂടെ നിങ്ങൾ പഠിക്കണമായിരുന്നു. ഇപ്പോഴോ നമ്മൾ പഠിച്ചിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. നമുക്കാണ് അപ്പർ ഹാൻഡ്. എല്ലാവർക്കും ഒരേപോലെയാണ്. നമ്മൾ ഒരിക്കലും പഠിക്കാത്തൊരു സാധനം പോയിരുന്ന് പഠിക്കുന്നതാണോ നല്ലത്? നമ്മൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുള്ള സാധനം ഒന്നും കൂടി പഠിക്കുകയാണോ നല്ലത്? എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളത് ഒന്നും കൂടെ പൊടി തട്ടിയെടുത്ത് പഠിക്കുകയാണ് ഏറ്റവും നല്ലതും ഏറ്റവും എളുപ്പവും. നമുക്കതായിരിക്കും എളുപ്പം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിലബസ് വരുമ്പോൾ തൊട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരിയിലാണ് എക്സാം, ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനിടയ്ക്ക് നമ്മൾ 10 ദിവസം ആലോചിച്ച് കളയാനും 10 ദിവസം വിഷമിച്ച് കളയാനും സിലബസ് മാറിയെന്നോർത്ത് കളയാനും ഇതിനൊന്നും നമുക്ക് സമയമില്ല. ഇന്ന് മുതൽ തുടങ്ങുക. ഇന്ന് മുതൽ തുടങ്ങി ഏറ്റവും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഈ റേസിൽ ആരാണോ നന്നായി ഓടുന്നത് അവർ മുമ്പിലെത്തും. ഇപ്പം എല്ലാവർക്കും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്നാണ്. കുറച്ച് നേരത്തെ ഓടി വന്നവരില്ല, കുറച്ച് ഒരുപാട് ബാക്കിൽ ഓടി വന്നവരില്ല, ഇപ്പോൾ റിവിഷൻ ചെയ്യുന്നവരില്ല, അങ്ങനെ ആരുമില്ല. റേസിൽ എല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇന്നാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. കാരണം എന്താ, ഇന്നലെ സിലബസ് കണ്ടതിൻ്റെ ഷോക്കിലിരിക്കുകയാണ്. ഇന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. സൺഡേ ആയിട്ട് രാവിലെ അവധിയല്ലേ എന്നോർത്ത് മടി പിടിച്ചിരിക്കേണ്ട, ഫ്രഷായിട്ട് അങ്ങ് തുടങ്ങിക്കോ. ഇപ്പം നിങ്ങൾ ഓടുക. ഇപ്പം നിങ്ങൾ ഓടാൻ തുടങ്ങിയാൽ നിങ്ങൾ ഈ റേസ് എല്ലാവരുടെയും മുമ്പിൽ തന്നെ ഫിനിഷ് ചെയ്യും. അത് ഉറപ്പല്ലേ? കാരണം എല്ലാവരും ഇപ്പം തന്നെയാണ് തുടങ്ങുന്നവരിപ്പോൾ തുടങ്ങും, കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നവരുണ്ടാവും. ഇപ്പം മുതൽ നിങ്ങൾ എങ്ങനെ ഓടുന്നു അതാണ് നിങ്ങൾ ആദ്യം എത്തുമോ അവസാനം എത്തുമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നിരാശപ്പെട്ട് നിൽക്കരുത്. ഇനി സിലബസ് മാറിയെന്നോർത്ത് വിഷമിച്ച് നിൽക്കരുത്. ഈ സിലബസ് നമുക്ക് പഠിക്കാൻ പറ്റാത്ത സിലബസ് അല്ല.
ഇത് നമുക്ക് കിട്ടാത്ത ടോപ്പിക്കല്ല. നമ്മളെല്ലാവരും നെറ്റ് യൂസ് ചെയ്യും, സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യും. നമുക്ക് നോക്കാം, നമുക്ക് കിട്ടാത്ത ടോപ്പിക്കല്ല, നമുക്ക് ഉള്ള ടോപ്പിക്കാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. സിമ്പിളാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കേ ഉള്ളൂ. പിന്നെ ഈ ടൈം പീരീഡ്, ഈ ടൈമിന് മുമ്പ് നമ്മൾ പഠിക്കില്ലേ? നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് എഴുതിയത് എന്തുമാത്രം ടോപ്പിക്ക് നമ്മൾ കുറഞ്ഞ സമയത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമല്ല ഈ സിലബസ് ഫെബ്രുവരിക്ക് മുമ്പ് തീർക്കുന്നത്. നമ്മൾ ഇത്ര ഓർക്കുക, നമ്മളൊരു റേസ് ഓടുവാണ്, നമുക്കിതിൻ്റെ മുമ്പിൽ എത്തിയേ പറ്റൂ. എല്ലാവരും ഇപ്പോൾ ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സോ നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിയാൽ നമ്മളായിരിക്കും ഫസ്റ്റ് എത്തുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കൺഫ്യൂഷനായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറകിലായി പോകും. അതുകൊണ്ട് അതിന് നിൽക്കരുത്, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം.